നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം കല്യാണ സൗഗന്ധികം. 7-ാമത്തെ ദിവസം ഭീമനും പാഞ്ചാലിയും കൂടി കാട്ടിൽ വിനോദാർത്ഥം ചുറ്റി സഞ്ചരിച്ചു. കുറച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വീശി. അപ്പോൾ ദിവ്യമായൊരു സുഗന്ധം അവിടെയെല്ലാം പരന്നു. സൗഗന്ധിക പുഷ്പം തേടിയുള്ള ഭീമൻ്റെ യാത്രയാണ് അടുത്തത്. കാറ്റിൻ്റെ ശക്തി കൂടിയപ്പോൾ പരിമളവും കൂടി വന്നു. അതുപോലെയുള്ള സുഗന്ധം ഇതിനു മുമ്പ് അവർ അനുഭവിച്ചിരുന്നില്ല. അത്രത്തോളം ഹൃദ്യമായിരുന്നു അത്. ഇത്രത്തോളം സുഗന്ധം നൽകുന്ന വസ്തു എന്താണെന്ന് അവർ ആശ്ചര്യത്തോടെ ആരാഞ്ഞു. അപ്പോൾ ദിവ്യഗോളം പോലെയുള്ള ഒരു വസ്തു കാറ്റിൽ പറന്നു വന്ന് അവരുടെ മുന്നിൽ വീണു. അതിന് വലിയ താമരപ്പൂവിനേക്കാളും വലിപ്പമുണ്ടായിരുന്നു. സ്വർണ്ണവർണ്ണമായ അതിൻ്റെ ഇതളുകളിൽ നിന്ന് ഒരു ശോഭ ഉതിർന്നിരുന്നു. ആ പുഷ്പം മിക്കവാറും വാടിയതായിരുന്നുവെങ്കിലും അതിൻ്റെ സൗരഭ്യമാണ് തങ്ങൾ ആസ്വദിച്ചത് എന്ന് ഭീമനും പാഞ്ചാലിക്കും മനസ്സിലായി. പാഞ്ചാലി ആ പുഷ്പം കയ്യിലെടുത്ത് താലോലിച്ചു. അവൾ വീണ്ടും വീണ്ടും അത് മണപ്പിച്ചു. എന്തൊരു മനം കവരുന്ന മണം! പ്രസിദ്ധമായ സൗഗന്ധിക പുഷ്പമായിരുന്നു അത്. വാടിയ പുഷ്പത്തിന് ഇത്രയും വാസനയുണ്ടെങ്കിൽ വാടാത്ത പുഷ്പത്തിൻ്റെ വാസന എത്രത്തോളമായിരിക്കും എന്ന് ദ്രൗപദി ആലോചിച്ചു. അപ്രകാരമുള്ള 4-5 പുഷ്പങ്ങൾ കിട്ടിയാൽ കൊള്ളാമെന്ന് അവൾ ഭീമനോട് അപേക്ഷിച്ചു. കയ്യിൽ കിട്ടിയ പൂവ് കാണിക്കാനായി അവൾ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഭീമൻ സുഗന്ധവാഹിയായ കാറ്റിൻ്റെ ഗതി നോക്കി സൗഗന്ധിക പുഷ്പം തേടി നടന്നു തുടങ്ങി. അവൻ കുന്നുകളും മലകളും കയറിയിറങ്ങി. വൃക്ഷങ്ങൾ നിബിഡമായി വളർന്നു നിന്നിരുന്ന പ്രദേശമായിരുന്നു അവിടം. പലവിധത്തിലുള്ള പുഷ്പങ്ങൾ വികസിച്ചു നിന്നിരുന്ന ലതകളും അവിടെ ഉണ്ടായിരുന്നു. ആ പുഷ്പങ്ങളുടെ സൗരഭ്യം അവൻ ആസ്വദിച്ചു. പക്ഷേ താൻ തേടിപ്പോകുന്ന പുഷ്പത്തിൻ്റെ ദിവ്യ സൗരഭമായിരുന്നില്ല ആ പുഷ്പങ്ങൾക്ക്. അപ്പോഴും വിദൂരത്തിൽ നിന്ന് സൗഗന്ധിക പുഷ്പത്തിൻ്റെ സൗരഭ്യം മാരുതനിൽ കലർന്ന് വന്നുകൊണ്ടിരുന്നു. ഭീമൻ മുന്നോട്ട് നടന്നു വന്നു. അവൻ്റെ കാൽവെപ്പിൽ ഭൂമി കുലുങ്ങി. ഗദാപ്രഹരമേറ്റ് വൃക്ഷങ്ങൾ മുറിഞ്ഞു വീണു. അട്ടഹാസം കേട്ട് വന്യമൃഗങ്ങൾ ഓടി ഒളിച്ചു. അങ്ങനെ പലതരത്തിലുള്ള പർവ്വതങ്ങൾ, മൈതാനങ്ങൾ, നദികൾ, ഉദ്യാനങ്ങൾ, പൊയ്കകൾ എന്നിവ പിന്നിട്ട് ഭീമൻ ലക്ഷ്യം ലാക്കാക്കി നടന്നു. മനുഷ്യർക്ക് പ്രാപ്യങ്ങളായ സ്ഥലമല്ലെങ്കിലും സാഹസികനായ ഭീമന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. തൻ്റെ പ്രിയങ്കരിയായ പാഞ്ചാലിയുടെ ആഗ്രഹം നിറവേറ്റണം. എവിടെ നിന്നായാലും വേണ്ടില്ല, സൗഗന്ധിക പുഷ്പം സമ്പാദിക്കണം. ഇപ്രകാരമുള്ള ചിന്ത മാത്രമേ ഭീമൻ ഉണ്ടായിരുന്നുള്ളൂ. അവൻ നടന്ന് കദളീവനത്തിൻ്റെ പരിസരത്തെത്തി. നാനാതരത്തിലുള്ള വാഴകൾ കദളീവനത്തിൽ നിബിഡമായി വളരുന്നു. പച്ചക്കദളിക്കുലകൾക്കിടയിലായിട്ട് പഴുത്ത കുലകളുമുണ്ട്. അത് കണ്ടാൽ സ്വർണ്ണമണികളിൽ പച്ചരത്നം കോർത്തതുപോലെയാണ് തോന്നുക. ഇനി ഭീമനും ഹനുമാനും. ഒരു മനുഷ്യനും ഇതുവരെ അവിടെ പ്രവേശിച്ചിട്ടില്ല. പക്ഷികൾ പോലും പഴുത്ത പഴം തിന്നാൻ അതിനുള്ളിൽ കടക്കാറില്ല. ആ കദളീവനത്തിൽ താമസിക്കുന്ന ആളിനോട് സകല ജീവികൾക്കും ഭയഭക്തി ബഹുമാനമാണ് ഉണ്ടാകുന്നത്. ചിരഞ്ജീവിയായ ഹനുമാന്റെ ആവാസസ്ഥാനമാണ് കദളീവനം. ശ്രീരാമൻ്റെ അനുഗ്രഹവും വാങ്ങി അവിടെ ഇരുന്ന് തപസ് ചെയ്യുകയാണ് ആഞ്ജനേയൻ. ഭൂമി കുലുക്കിക്കൊണ്ട് കോലാഹലത്തോടുകൂടി കദളീവനത്തിലേക്ക് നടന്നെടുക്കുന്ന ഭീമസേനൻ്റെ വരവ് നേരത്തെ മാരുതി മനസ്സിലാക്കി. വായുപുത്രനായ ഭീമസേനൻ തൻ്റെ സഹോദരനാണെന്ന് ചിരഞ്ജീവിക്ക് അറിയാമായിരുന്നു. അവൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അവനെ അനുഗ്രഹിച്ച് അയക്കണമെന്ന് ആഞ്ജനേയൻ തീരുമാനിച്ചു. ഹനുമാൻ പ്രായാധിക്യം കൊണ്ട് അവശനായ ഒരു വൃദ്ധ കുരങ്ങനായി ഭീമസേനൻ പോകുന്ന മാർഗം തടഞ്ഞുകൊണ്ട് പുറകെ കിടന്നു. അട്ടഹസിച്ചു കൊണ്ടുവന്ന ഭീമസേനന് മാർഗതടസ്സമുണ്ടായപ്പോൾ അവൻ ഈഷയോടെ കുരങ്ങിനെ നോക്കി ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറഞ്ഞു, എടാ മർക്കടമേ, നീ എൻ്റെ വഴിയിൽ നിന്ന് മാറിക്കിടക്ക്. ഹനുമാൻ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തനായതായി നടിച്ചു. അവൻ ഭീമനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രായാധിക്യം കൊണ്ട് ക്ഷീണിതനായി കിടന്നുറങ്ങുന്ന എന്നെ ഉണർത്തിയത് കഷ്ടമായിപ്പോയി. ഞാൻ തിര്യക് ജാതിയിൽപ്പെട്ട ഒരു മൃഗമല്ലേ? നീ വിവേകശാലിയായ മനുഷ്യനാണല്ലോ. എന്നാൽ ഒരു മൂഢനെ പോലെയാണ് നിന്റെ സംസാരം. നീ ആരാണ്? ഇതുവഴി മനുഷ്യരാരും പോകാറില്ല. നീ എവിടേക്ക് പോകുന്നു? എന്താണ് നിന്റെ ഉദ്ദേശം? കിഴവൻ കുരങ്ങിൻ്റെ ചോദ്യങ്ങളൊന്നും ഭീമന് തീരെ രസിച്ചില്ല. ആ കിഴവനായ കുരങ്ങിന് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തു വേണം എന്നായിരുന്നു ഭീമന് തോന്നിയത്. അവൻ ഗർവോടെ പറഞ്ഞു, ഞാൻ കൗരവനാണ്. ചന്ദ്രവംശത്തിൽ പിറന്നവനാണ്. വായുപുത്രനായ പാണ്ഡവനാണ്. ഭീമസേനൻ എന്ന പേരിൽ ഞാൻ പ്രസിദ്ധനാണ്. ഓഹോ, നീ പ്രസിദ്ധനാണോ? ഞാൻ പാവപ്പെട്ട ഒരു കുരങ്ങനാണ്. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. നീ എന്നെ ചാടി കടന്നു പോയിക്കൊള്ളൂ. ഹനുമാൻ അവശത ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. ഭീമൻ, എടാ കിഴട്ടു കുരങ്ങേ, പണ്ട് ഹനുമാൻ സമുദ്രം ചാടിക്കടന്നതുപോലെ ഈ പർവ്വതത്തെ തന്നെ ചാടിക്കടക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. പക്ഷേ
എല്ലാ ദേഹത്തിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് ഒന്നാണ്. അത് നിന്നിലും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള പരമാത്മാവിനെ കവച്ചു കടക്കുന്നത് ആത്മനിന്ദ ആയതുകൊണ്ട് ഞാൻ അതിന് ഒരുപെടുന്നില്ല. മാരുതി, ഹനുമാനെന്ന് നീ പറഞ്ഞത് ആരാണ്? അവൻ എന്തിനാണ് കടൽ ചാടി കിടന്നത്? ഭീമൻ അഭിമാനപൂർവ്വം പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠനാണ് ഹനുമാൻ. അവൻ അതിവിഖ്യാതനായ വാനരശ്രേഷ്ഠനാണ്. ശ്രീരാമപത്നിയെ തേടിപ്പോയ അവൻ ഒറ്റച്ചാട്ടം കൊണ്ട് 100 യോജന വിസ്തൃതിയുള്ള സമുദ്രമാണ് ചാടിക്കടന്നത്. ഞാനും ജ്യേഷ്ഠനെ പോലെ ബലവും പരാക്രമവും ഉള്ളവനാണ്. ശരി, എനിക്ക് നിന്നോട് സംസാരിച്ചു എന്ന് സമയം കളയാനില്ല. വഴിയിൽ നിന്നും എഴുന്നേറ്റ് മാറ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഹനുമാന്റെ അനുജനാണ് താനെന്ന് അഭിമാനത്തോടെ ഭീമൻ പറയുന്നത് കേട്ട മാരുതി ഉള്ളുകൊണ്ട് ചിരിച്ചു. എന്നാൽ ഭീമന്റെ താക്കീത് കേട്ട് ഭയപ്പെട്ട മട്ടിൽ ഭീമനോട് പറഞ്ഞു, അയ്യോ, എന്നെ കൊല്ലരുത്. എനിക്ക് എഴുന്നേൽക്കാൻ തീരെ ശക്തിയില്ല. എൻ്റെ വാലെടുത്ത് മാറ്റി വെച്ചിട്ട് നീ അത് വഴി പൊയ്ക്കൊള്ളുക. ഭീമസേനൻ അവജ്ഞയോടെ തൻ്റെ ഗദ കൊണ്ട് ഹനുമാന്റെ വാല് തള്ളി നീക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഗദ വാലിനടിയിൽ അകപ്പെട്ടും അത് ഊരിയെടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. ഇത് എന്തൊരത്ഭുതം! മഹാശക്തനായ എൻ്റെ ഗദ ഒരു വൃദ്ധവാനരൻ്റെ വാലിൻ്റെ ശക്തി കീഴിൽ അമരുകയോ? നിശ്ചയമായും ഇതൊരു സാധാരണ വാനരനല്ല, അമാനുഷിക ശക്തിയുള്ള ആരോ ആണ്. ഭീമസേനൻ ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ലജ്ജയോടും ആദരവോടും കൂടി ഹനുമാനെ നമസ്കരിച്ചിട്ട് ചോദിച്ചു, വാനരശ്രേഷ്ഠ, എൻ്റെ വാക്കുകൾ പൊറുക്കുക. അങ്ങ് ആരാണ് എന്നുള്ള സത്യം എന്നോട് പറഞ്ഞാലും. ഹനുമാൻ, എടാ ഭീമ, നിന്റെ സഹോദരനായ ഹനുമാൻ ഞാൻ തന്നെയാണ്. ഭീമൻ ആനന്ദപരവശനായി. അവൻ കോൾമയിൽ കൊണ്ടു നമ്രശിരസ്കനായി അഞ്ജലിബദ്ധനായി ആഞ്ജനേയൻ്റെ മുന്നിൽ നിന്നു. പിന്നീട് കുബേരൻ്റെ പൊയ്കയിലുള്ള കല്യാണ സൗഗന്ധികം ഭീമൻ നേടി. ഇനി അർജുന സമാഗമം. ബദര്യാശ്രമത്തിൽ കുറച്ചു ദിവസം സ്വച്ഛമായും സന്തോഷമായും താമസിച്ച ശേഷം യുധിഷ്ഠിരനും സംഘവും കൈലാസ ദർശനത്തിന് പുറപ്പെട്ടു. അവരുടെ യാത്ര വളരെ ദുഷ്കരമായിരുന്നു. വൃക്ഷങ്ങൾ ഇടതൂർന്നു വളർന്നിരുന്ന ഘോരവനങ്ങൾ, കുത്തനെ ഒഴുകുന്ന നദികൾ, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഗിരിശൃംഗങ്ങൾ എന്നിവയെല്ലാം താണ്ടി അവർ 14 ദിവസം യാത്ര ചെയ്താണ് കൈലാസത്തിൻ്റെ സ്ഥാനപ്രദേശങ്ങളിൽ എത്തിയത്. മൈനാകം, ഗന്ധമാദനം തുടങ്ങിയ പ്രസിദ്ധങ്ങളായ പർവ്വതങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. അവർ ഏതാനും ദിവസം അവിടെ വിശ്രമിച്ചു. അതിനിടയ്ക്ക് വിഷപർവാവിൻ്റെയും ആർട്ടിഷേണ മഹർഷിയുടെയും ആശ്രമങ്ങൾ സന്ദർശിച്ചു. ഗന്ധമാദന പർവ്വതത്തിൻ്റെ പല ദിവ്യാനുഭൂതികളും അവർ അനുഭവിച്ചറിഞ്ഞു. അവിടെ രാത്രിയിൽ പ്രകാശിക്കുന്ന ഔഷധച്ചെടികൾ ഉണ്ടായിരുന്നു. വിജനസ്ഥലത്തു നിന്ന് ഉയരുന്ന ദിവ്യമായ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവിടെ വസിച്ചിരുന്ന അനേകം സിദ്ധന്മാരെയും അവർ ദർശിച്ചു. അർജുനൻ സഹോദരന്മാരെയും പാഞ്ചാലിയെയും പിരിഞ്ഞുപോയിട്ട് വർഷം 5 കഴിഞ്ഞു. എന്നും അവരെല്ലാം അർജുനനെ സ്മരിക്കും. അവൻ്റെ കരവീര്യം കൊണ്ടാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കേണ്ടത് എന്നവർക്ക് അറിയാമായിരുന്നു. അർജുനൻ ഇന്ദ്രൻ്റെ കൂടെ സസുഖം വസിക്കുന്നുവെന്നും ആയുധങ്ങൾ നേടിക്കൊണ്ട് അധികം താമസിയാതെ വരുമെന്നും നാരദനിൽ നിന്നും ലോമശ മഹർഷിയിൽ നിന്നും അറിയാൻ ഇടയായപ്പോൾ അവർക്ക് കുറച്ച് സമാധാനം തോന്നി. ഗന്ധമാദന പർവ്വതത്തിൽ താമസിക്കുന്ന കാലത്ത് ഓരോ ദിവസവും അവർ അർജുനന്റെ വരവ് പ്രതീക്ഷിച്ച് കഴിഞ്ഞുകൂടി. അപ്രകാരം ഇരിക്കെ ഒരു ദിവസം അവർ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ പ്രകാശമാനമായ സൂര്യബിംബം താഴേക്ക് വരുന്നുവോ എന്ന് തോന്നുമാറ് ഒരു തേജോഗോളം താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. എല്ലാവരും ജിജ്ഞാസയോടെ അത് തന്നെ നോക്കി നിന്നു. കുറച്ച് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു രഥമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ രഥം യുധിഷ്ഠിരനും മറ്റും നിന്നിരുന്നതിൻ്റെ സമീപത്ത് വന്നിറങ്ങി. ഇന്ദ്രലോകത്തു നിന്ന് അർജുനനെയും കൊണ്ടുവന്ന ദേവേന്ദ്രൻ്റെ തേരായിരുന്നു അത്. മാതലിയാണ് അത് നയിച്ചിരുന്നത്. തേരിലിരിക്കുന്നത് അർജുനനാണ് എന്ന് മനസ്സിലായപ്പോൾ യുധിഷ്ഠിരനും മറ്റുള്ളവരും നിസ്സീമമായി സന്തോഷിച്ചു. അതുവരെയുള്ള അവരുടെ ക്ലേശങ്ങളെല്ലാം അവർ മറന്നു. തങ്ങൾ കാട്ടിലാണ് എന്നുള്ള കാര്യം തന്നെ അവർ വിസ്മരിച്ചു. തേരിൽ നിന്നിറങ്ങിയ അർജുനൻ ആദ്യം പുരോഹിതനായ ദൗമ്യനെയും പിന്നീട് ജ്യേഷ്ഠന്മാരെയും നമസ്കരിച്ചു. മാതൃപുത്രന്മാരുടെ തോളിൽ തട്ടി തൻ്റെ വാത്സല്യം പ്രകടിപ്പിച്ചു. ഇതെല്ലാം കണ്ട പാഞ്ചാലി ആനന്ദസാഗരത്തിൽ ആറാടി. അവൾ കൺമുന കൊണ്ട് തൻ്റെ പ്രാണനാഥൻ്റെ നേർക്കയച്ച ബാണങ്ങൾ സവ്യസാചിയായ അർജുനന് തടുക്കാൻ കഴിഞ്ഞില്ല. അത് തൻ്റെ കടക്കൻ കൊണ്ട് അവൻ ഏറ്റുവാങ്ങി അവളെ സന്തോഷിപ്പിച്ചു. കുറച്ചു നേരത്തേക്ക് ആർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും സന്തോഷം കണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. മാതലിയെ സൽക്കരിച്ച് യാത്രയാക്കിയതിനു ശേഷം എല്ലാവരും ആശ്രമത്തിലെത്തി. കാമ്യകവനത്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമുള്ള എല്ലാ വൃത്താന്തങ്ങളും അർജുനൻ എല്ലാവരെയും വിവരിച്ചു കേൾപ്പിച്ചു. ഫൽഗുനൻ നടത്തിയ തപസ്സും പരമേശ്വരനുമായുണ്ടായ ഏറ്റുമുട്ടലും പാശുപതാസ്ത്രലബ്ധിയും മറ്റും ശ്വാസം അടക്കിപ്പിടിച്ച് ആകാംക്ഷാഭരിതരായിട്ടാണ് എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത്. ഇന്ദ്രൻ അർജുനനെ ദേവലോകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയതും അദ്ദേഹത്തോടൊപ്പം ഇരുത്തി ബഹുമാനിച്ചതും
ദേവലോകത്തിൽ അർജുനൻ ലഭിച്ച സ്വീകരണവും മറ്റും അഭിമാനത്തോടും ആമോദത്തോടും കൂടി എല്ലാവരും കേട്ടു. നിവാത കവച കാലകേയന്മാരെ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ഏറ്റുമുട്ടി വകവരുത്തിയ കഥ പറഞ്ഞപ്പോൾ വിജയന്റെ വീരപരാക്രമങ്ങളുടെ യഥാർത്ഥ രൂപം എല്ലാവർക്കും മനസ്സിലായി. ധനഞ്ജയന് ലഭിച്ച അനവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എല്ലാവരും കൗതുകത്തോടെ കണ്ടു. അർജുനൻ അതെല്ലാം തൻ്റെ പ്രാണപ്രേയസിക്ക് കാഴ്ചവെച്ചപ്പോൾ പാഞ്ചാലി അഭിമാനത്തോടെ അത് സ്വീകരിച്ചിട്ട് പ്രേമപൂർവമായ കടാക്ഷത്താൽ തൻ്റെ നന്ദി പ്രകടിപ്പിച്ചു. അർജുനൻ നേടിക്കൊണ്ടുവന്നിരുന്ന ശക്തിയേറിയ ആയുധങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അവൻ സഹോദരന്മാരോട് പറഞ്ഞു. രുദ്രനും ഇന്ദ്രനും ലോകപാലന്മാരായ ദേവന്മാരും നൽകിയ ആയുധങ്ങൾ കൊണ്ട് ആരെയും ജയിക്കാൻ കഴിയുമെന്ന് പാർത്ഥൻ പ്രസ്താവിച്ചപ്പോൾ യുധിഷ്ഠിരാദികൾ ചരിതാർത്ഥരായി. കൗരവരെ തോൽപ്പിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുകയും തങ്ങളുടെ പ്രാണപ്രേയസിയെ അപമാനിച്ചവരോട് പകരം വീട്ടുകയും ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് അവർ സമാശ്വസിച്ചു. ആയുധങ്ങൾ കാണുന്നതിന് എല്ലാവർക്കും അത്യധികം താല്പര്യമുണ്ടായിരുന്നു. അടുത്ത ദിവസം ആയുധങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ പ്രയോഗം പ്രദർശിപ്പിച്ച് കാണിക്കാമെന്ന് അർജുനൻ പറഞ്ഞു. ആ രാത്രി എല്ലാവർക്കും ആനന്ദരാത്രി ആയിരുന്നു. അടുത്ത ദിവസം ആയുധങ്ങൾ പ്രദർശിപ്പിക്കാൻ അർജുനൻ തയ്യാറായി. അതെല്ലാം പുറത്തെടുത്തു. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് കാണിക്കുവാൻ സന്നദ്ധനായി. അപ്പോൾ ഭൂമി കുലുങ്ങി, വൃക്ഷങ്ങൾ ഉലഞ്ഞു, പുഴയൊക്കെ കലങ്ങി, കാറ്റ് നിശ്ചലമായി, സൂര്യൻ മങ്ങി, അഗ്നി ജ്വലിക്കാതെയായി, എല്ലാ ജീവജാലങ്ങളുടെയും ചലനം നിലച്ചു. ഇത് കണ്ട് സംഭ്രമിച്ച മുനികളും ദേവന്മാരും നാരദനെ അർജുനന്റെ സമീപത്തേക്ക് അയച്ചു. നാരദൻ പാർത്ഥനോട് പറഞ്ഞു, ഹേ അർജുന, ഈ ദിവ്യാസ്ത്രങ്ങളൊന്നും പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കരുത്. ലക്ഷ്യമില്ലാതെ പ്രയോഗിച്ചാൽ അത് വലിയ ദോഷങ്ങൾ വരുത്തി കൂട്ടും. ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കുമ്പോൾ എല്ലാവർക്കും കാണാം. അതുവരെ ഇത് പ്രത്യേകമായി സൂക്ഷിച്ചു വെക്കുക. ആയുധങ്ങൾ പ്രയോഗിച്ച് കാണിക്കുന്നതിൽ നിന്നും അർജുനനെ വിരമിപ്പിച്ച ശേഷം നാരദൻ തിരിച്ചുപോയി. അർജുനൻ തങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെയും മറ്റും ആത്മവിശ്വാസം വർദ്ധിച്ചു. അടുത്ത 4 വർഷം അവരെല്ലാം ആ പ്രദേശത്ത് തന്നെ താമസിച്ചു. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി നഹുഷപുരാണാണ് അടുത്ത അധ്യായം. അതടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.